ഏതാണ്ട് പുറത്തായി എന്ന ഘട്ടത്തിൽ തങ്ങളെ കൊണ്ടാവുന്നത് തങ്ങൾ ചെയ്യും, ബാക്കി ഇനി ദൈവത്തിൻ്റെ കയ്യിൽ എന്ന മട്ടിൽ ഇടിമുഴക്കമുള്ള ഈ T20 ലോകകപ്പിലെ ഏറ്റവും ആധികാരിക വിജയവുമായി ഞെട്ടിച്ചിരിക്കുകയാണ്, ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലീഷ് ടീം, T20 ചാമ്പ്യന്മാരായ ഇംഗ്ലീഷ് ടീം. ഒരുപക്ഷെ T20 ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആധികാരികമായ ജയമായിരുന്നു ഒമാനെതിരെ ബട്ട്ലറും സംഘവും കൊയ്തത്. England recorded the biggest win margin in terms of balls to spare at the men's T20 World Cup. ഇന്നീങ്സിലെ ആദ്യ 2 പന്തുകൾ തന്നെ ചേസിംഗിൽ സിക്സറിന് പറത്തി ഫിൽ സാൾട്ട് തുടങ്ങിയ ആ ഒരു ചേസാണ് ഇംഗ്ലണ്ട് 3.1 ഓവറിൽ പൂർത്തിയാക്കിയത്. ടോട്ടലി റൂത്ത്ലെസ് എന്ന് തന്നെ പറയാം. ഇംഗ്ലണ്ട് കീപ് their campaign alive with a thrashing of Oman. A statement victory by England in a low scoring affair. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് ബി പോരാട്ടത്തിൽ ഒമാനെതിരെ 101 പന്ത് ബാക്കിയാക്കി 8 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ജയിച്ചു കയറിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാനെ 13.2 ഓവറിൽ 47 റൺസിൽ ഓൾ ഔട്ടാക്കിയ ഇംഗ്ലണ്ട് 3.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ആദിൽ റഷീദിന്റെ 4 വിക്കറ്റ് പ്രകടനമാണ് ഇംഗ്ലണ്ടിന് മുൻകൈ നൽകിയത്. വമ്പൻ ജയത്തോടെ 3 മത്സരങ്ങളിൽ നിന്നും 3 പോയിന്റോടെ ഇംഗ്ലണ്ട് ഇപ്പോൾ 3ാം സ്ഥാനത്താണ് ഈ ഗ്രൂപ്പിൽ. സൂപ്പർ 8 സാധ്യത നിലനിർത്താൻ ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റോടുകൂടിയാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ടൂർണമെന്റിൽ തങ്ങളുടെ സാന്നിധ്യം കാട്ടിയിട്ടുള്ളത്. ഈ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന്റെ ആദ്യ ജയം കൂടിയായിരുന്നു ഇത്. 4 വിക്കറ്റുമായി നേരത്തെ പറഞ്ഞതുപോലെ ആദിൽ റഷീദും 3 പേരെ വീതം പുറത്താക്കിക്കൊണ്ട് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡുമാണ് ഇംഗ്ലണ്ടിന് വിജയമൊരുക്കിയത്. ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് കരുത്തിനു മുന്നിൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ഒമാൻ ഒരിക്കലും പിടിച്ചു നിൽക്കാനായില്ല. ഒരു ഘട്ടത്തിലും 13.2 ഓവറിൽ 47 റൺസിന് പുറത്തായ ആ ഒരു രീതി. 11 റൺസ് എടുത്ത ഷോയിബ് ഖാൻ മാത്രമാണ് ഒമാൻ നിരയിൽ 2 അക്കം കടന്നിട്ടുള്ളത്. കുഞ്ഞൻ വിജയലക്ഷ്യം എത്രയും വേഗം എത്തിപ്പിടിക്കുക മാത്രമായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിൽ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം. അതോടെ ഓപ്പണറായ ഫിൽ സാൾട്ട്, വിൽ ജാക്സ് എന്നിവരുടെ വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി എന്നത് മറ്റൊരു കാര്യമെങ്കിലും ആദ്യ 3 പന്തിൽ 12 റൺസ് നേടിയ സാൾട്ടിനെ ബിലാൽ ഖാൻ ബോൾഡാക്കുകയായിരുന്നു. 7 പന്തിൽ 5 റൺസ് നേടിയ ജാക്സിനെ കലീമുള്ള കശ്യപിന്റെ കൈകളിലും എത്തിച്ചു. എന്നാൽ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും 8 പന്തിൽ 24 നോട്ടൌട്ട് ബെയർസ്റ്റോയും 2 പന്തിൽ 8 നോട്ടൌട്ട് ഇംഗ്ലണ്ടിന്റെ 3.1 ഓവറിലാണ് ജയിപ്പിച്ചത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഒമാനെയാണ് ആദ്യം ബാറ്റിംഗിന് അയച്ചത്. തുടക്കം മുതൽ തകർന്ന ഒമാൻ നിരയിൽ ഒരു താരം മാത്രമാണ് 2 അക്കം കടന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക് അദവാലിയെ 5-ന് പുറത്താക്കി ജോഫ്ര ആർച്ചറാണ് ഒമാന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. നായകൻ അക്യൂബ് ഇല്യാസിനെ 8 റൺസ് നേടിയപ്പോൾ ആർച്ചർ കൂടാരം കയറ്റിയപ്പോൾ കശ്യപ് പ്രജാപതിയെ 9 റൺസ് നേടിയ സമയത്ത് മാർക്ക് വുഡ് ലിയാം ലിവിങ്സ്റ്റന്റെ കൈകളിലെത്തിക്കുന്നു. സിഷാൻ മക്സൂദിനെ 1 റൺസ് മാർക്ക് വുഡ് റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കിയപ്പോൾ ഖാലിദ് കെയിലിനെ ആദിൽ റഷീദിന്റെ പന്തിൽ ജോസ് ബട്ട്ലർ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുന്നു. അയാൻ ഖാനെ മാർക്ക് വുഡ് ഇതിനകം തന്നെ ക്ലീൻ ബോൾ ചെയ്തിരുന്നു അടുത്ത സമയത്ത്. ഷോയിബ് ഖാൻ 11 റൺസ് നേരത്തെ ഭാഗ്യത്തിന് 2 അക്കം കടക്കുകയുണ്ടായി. 23 പന്ത് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജോഫ്ര ആർച്ചറാണ് ഷോയിബ് ഖാനെ മടക്കിയത്. മെഹ്റാൻ ഖാനെ ഡെക്കിന് പുറത്താക്കിയ റഷീദ്, ഫയാസ് ഭട്ട് 2, കലീമുള്ള 5 എന്നിവരെയും ക്ലീൻ ബോൾ ചെയ്തു. ഇതോടെയാണ് 13.2 ഓവറിൽ 47 എന്ന സ്കോറിലേക്ക് ഒമാൻ ഒതുങ്ങിയത്. 4 ഓവറിൽ 11 റൺസ് വിട്ടുകൊടുത്താണ് റാഷിദ് 4 വിക്കറ്റ് വീഴ്ത്തിയത്. ജോഫ്ര ആർച്ചറും വുഡും 3 വിക്കറ്റുകൾ പങ്കിട്ടു. മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ട് എത്രയും വേഗം വിജയത്തിലേക്ക് എത്താനാണ് ശ്രമിച്ചത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ആദ്യ 2 പന്തുകൾ തന്നെ സിക്സറിന് പറത്തിയ ഫിൽ സാൾട്ടിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ തകർപ്പൻ വിജയത്തിലൂടെ നെറ്റ് റൺ റേറ്റിലും വലിയ കുതിപ്പാണ് ഇംഗ്ലണ്ട് നടത്തിയത്. ഒമാനെതിരെ മത്സരത്തിന് മുമ്പ് ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ് -1.80 ആയിരുന്നു. എന്നാൽ മത്സരശേഷം 3.08 ആക്കി ഉയർത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുണ്ട്. വമ്പൻ ജയത്തോടെ ടീം ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് പറയാം. ഗ്രൂപ്പ് സിയിൽ ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ നേരത്തെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലൻഡിന്റെയും മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതാണ് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി മാറിയത്. ഓസ്ട്രേലിയയോട് 36 റൺസിന് ഇംഗ്ലണ്ട് തോൽക്കുകയും ചെയ്തു. ഇനി ഇംഗ്ലണ്ടിന് നമീബിയയോട് കൂടിയാണ് മത്സരം. ഇതിൽ ജയിച്ചാലും അവസാന മത്സരത്തിൽ സ്കോട്ട്ലാൻഡ് ജയിച്ചാൽ അവരാകും സൂപ്പർ 8-ലേക്ക് എത്തുക. നിലവിൽ സ്കോട്ട്ലാൻഡിന് 5 പോയിന്റും ഇംഗ്ലണ്ടിന് 3 പോയിന്റുമാണുള്ളത്. അടുത്ത മത്സരം മഴ കാരണം സ്കോട്ട്ലൻഡിന് ഉപേക്ഷിച്ചാൽ പോലും സ്കോട്ട്ലൻഡാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തുക. അപ്പോൾ ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിന് വലിയൊരു അടിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടം കടക്കുമോ എന്ന് ഇനി ഓസ്ട്രേലിയയും സ്കോട്ട്ലൻഡും തമ്മിലുള്ള മത്സരത്തിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എങ്കിലും കഴിഞ്ഞ മത്സരത്തോടെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് T20 ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൈവരിച്ചുകൊണ്ട് ശക്തമായൊരു തിരിച്ചുവരവ് തന്നെയാണ് ബട്ട്ലറും സംഘവും കാഴ്ചവെച്ചിരിക്കുന്നത്.